ഇറ്റ്സ് മീ മെറീന ജബി അഗൈൻ വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അധികം സമയമൊന്നും എടുക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ മൺചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂണോളം വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 15 ചെറിയുള്ളി നീളത്തിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഉള്ളി നന്നായിട്ട് വഴന്ന് ഒരു ബ്രൗൺ കളറായി വരുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് വരും, അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ചിടണം. അപ്പോൾ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മീനിൻ്റെ പീസസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 600 ഗ്രാം ഫിഷ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസസ് ആയിട്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഒന്നിൻ്റെ മീതെ ഒന്ന് വരാത്ത രീതിയിൽ നിരത്തി തന്നെ വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഫിഷിൻ്റെ പീസസ് എല്ലാം ഞാൻ ഇവിടുത്തെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് തന്നെ ഇട്ടിട്ട് ഒരു 7-8 മിനിറ്റോളം ഒരു സൈഡൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ഫിഷ് നന്നായിട്ടൊന്ന് കുക്കായിട്ട് ഒരു സൈഡൊന്ന് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ സൈഡ് നന്നായിട്ടൊന്ന് കുക്കായി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ സൈഡും ഒരു 7-8 മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫിഷ് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വരും. അപ്പോൾ ഈ സൈഡ് നമ്മൾ ഒരു 8 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് ഫിഷിൽ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 4 കുടംപുളി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുതിർത്തിയിട്ടത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2.5 കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തവി വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീനൊന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചട്ടി ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി നന്നായിട്ട് തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5-6 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോഴേക്കും കറി നല്ല തിക്കായിട്ട് വരും. ചാറൊക്കെ നന്നായിട്ട് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഒരു 5-6 മിനിറ്റ് കൂടി ഞാനിപ്പോൾ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാറൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫിഷ് കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് കറിയിലൊന്ന് വറവ് റെഡിയാക്കി ഇടണം. എന്നാലാണ് നമ്മുടെ കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാനിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒരു 5-6 ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടുതൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് കളർ മാറി വരുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്നൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് ആ കറിക്ക് ഒരു റെഡ് കളറായിരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് കറി നല്ല മഞ്ഞ കളറായി തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കിയ വറവ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. ടാറ്റാ.